ഓപ്പറേഷൻ സിന്ധു പ്രകാരം ഇറാനിലെ മഷാദിൽ നിന്നുള്ള വിമാനം ഡൽഹിയിലെത്തി. വിമാനത്തിൽ 312 ഇന്ത്യക്കാരുണ്ട്. തിരിച്ചെത്തിയവരിൽ ഒരാൾ മലയാളി. കണ്ണൂർ സ്വദേശിയായ ദിനേശ് കുറുജനാണ് തിരിച്ചെത്തിയത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പറയൂ? ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് ഇറാനിലും ഇസ്രായേലിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇന്നും ഒരു വിമാനം എത്തിയിരുന്നു ഡൽഹിയിൽ. അതിൽ 312 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാനിലെ മഷാദിൽ നിന്നാണ് ഈ വിമാനം എത്തിയത്. ഇതിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ദിനേശ് കുർജനാണ് ഉള്ളത്. ഇയാൾ മലയാളിയാണെങ്കിൽ പോലും വർഷങ്ങളായി ഗുജറാത്തിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹവും ഈ നിന്ന് വന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇസ്രായേലിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുന്ന ദൗത്യവും ഇന്ത്യ തുടരുകയാണ്. ഇതുവരയ്ക്കും അവിടെ എംബസിയിൽ ആയിരക്കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവരെ ഏത് മാർഗേന അതിർത്തി രാജ്യം വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. പക്ഷേ ഇതുവരയ്ക്കും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ അവർ അതിർത്തി വഴി മറ്റു രാജ്യങ്ങൾ, ജോർദാൻ, ഈജിപ്റ്റ് രാജ്യങ്ങളിൽ എത്തുന്ന ആ മുറയ്ക്ക് തന്നെ അവരെയും ഇന്ത്യയിലേക്ക് എത്തിക്കും. ഇതുവരയ്ക്കും 6 വിമാനങ്ങളാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് 1428 പേരെ ആണ് ഇതുവരയ്ക്കും ഒഴിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറാനിൽ നിന്ന് എത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അജീഷ് ജയകുമാർ.